കഴിഞ്ഞ ദിവസം ആറട്ടെണ്ണൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. അതായത് കള്ളവെടി അങ്ങനെ എന്തൊക്കെയോ. ഞാനും കള്ളവെടിക്ക് പോയിട്ടുണ്ട്. കള്ളവെടി പോയി ഞാൻ പണ്ട് പറഞ്ഞാണ്. ഞാൻ മാത്രമൊന്നല്ല, പെരേര പോയിട്ടുണ്ട്, അതൊക്കെ ചെയ്ത്താൻ പോയിട്ടുണ്ട്. എടുത്തിട്ട് അല്ല, ചെയ്ത്താൻ പോകാറില്ല, ഞാൻ പോകാറില്ല, പെരേര പോകാറില്ല. പെരേര ഒരിക്കൽ പോയിട്ട് 2 കാട് പോയതാ. അല്ലെങ്കിൽ ഞാൻ തുറന്ന് പറഞ്ഞു, അവരും തുറന്ന് പറഞ്ഞില്ല. ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ട് മോശക്കാരനായി. കള്ളവെടിക്ക് പക്ഷേ പോകാത്ത ആരെങ്കിലും അറിയില്ല. ഇവിടെ ഈ എറണാകുളത്തുള്ള രാത്രി ഒരു സമയമാകുമ്പോഴേക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട്. മിക്കവരും പോകുന്നുണ്ട്. സെലിബ്രിറ്റീസ് പോകുമ്പോൾ മാത്രമല്ല, സെലിബ്രിറ്റീസ് മനുഷ്യരല്ല. നമുക്ക് വലിയ വികാരം. ഞാൻ മാരീഡല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കുള്ള വികാരം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്താനും പോയി, ചെയ്താനും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പെരേരോട് പെരേര സംഭവിച്ചില്ല. ഞാൻ തുറന്ന് സംഭവിക്കുന്നു, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, ഞാൻ എല്ലാ കാര്യം സത്യസന്ധമായിട്ടല്ല പറയണം. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. പണ്ട് മാധവിക്കുട്ടി പോലെ ആൾക്കാർ സെക്ഷനെ കുറിച്ച് മറ്റുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഹിപ്പോക്രാറ്റ്സാണ്. അത് കപട സദാചാരം കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ വൃത്തിടന്മാർ. ഇപ്പോൾ ഈ സെക്ഷനെ കുറിച്ച് പറയുന്നത് ഇതിന് ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും വികാരമാണ്. ഇത് പല മതങ്ങളാണ് സെക്ഷനെ ഇത്ര മോശമായി മാറ്റിയത്. പക്ഷെ ആരും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് പറയുന്നില്ലല്ലോ. പൂനത്ത് കുഞ്ഞബ്ദുല്ല അല്ലെങ്കിൽ മാധവിക്കുട്ടിയെ തുറന്ന് പറഞ്ഞിട്ടുള്ളൂ. മാധവിക്കുട്ടിയെ സെക്ഷനെ കുറിച്ച് എന്തൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെസ്റ്റേൺ വേൾഡിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ഹിപ്പോക്രസി, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് പുറമെ മാന്യമാരെ നടക്കുകയാണ്. ഇവിടെ എങ്ങും ജനിക്കേണ്ട ആളല്ല ആറാട്ടെണ്ണന് തോന്നിയിട്ടുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, മാധവിക്കുട്ടി വെസ്റ്റേൺ വേൾഡിൽ ജീവിക്കേണ്ട ആളായിരുന്നു. അവിടെ ഒരു ഹിപ്പോക്രസി ഇല്ല, അവിടെ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷനാണ്. പുതിയ ജനറേഷൻ പിള്ളേർ 2000 കഴിഞ്ഞ പിള്ളേർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല. കാരണം അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർക്ക് സെക്സ് ഫ്രസ്ട്രേഷൻ ഇല്ല. ഈ പഴയ അമ്മമാർ, അതാണ് ഈ ഫേസ്ബുക്കിൽ കാണുന്നത്. ഈ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സെക്സ് ഫ്രസ്ട്രേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ അങ്ങനത്തെ ഇതിലിട്ടത്. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം വന്നപ്പോഴാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഒന്നെങ്കിൽ കോമാളിത്തം, പിറരെ കാണിക്കണോടെ. അതിനെനിക്ക് പറ്റില്ല. കാരണം അപ്പോൾ ഫ്ലോർ വയ്ക്കേണ്ടല്ല, തലച്ചോറ് വയ്ക്കേണ്ടല്ല. രണ്ടാമത് ഞാൻ അഡൾട്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാശിലാണ് കുറച്ച് ആളത്തേക്കാം. ഇതിനുള്ളത് കുറ്റം പറയും. ഇതൊക്കെയാണ് ഇവിടെ ആർക്കും നല്ലത് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ആയതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ അല്ല, കേൾക്കുന്നവർ ഇതുപോലെ ഇതിന് എന്ത് ഇത്ര മോശമാണ്? ഇത് ഞാൻ ഫിലോസഫി സെക്ഷനാണ് റിസർച്ച് ചെയ്തിട്ടുണ്ടോ, ബുക്ക് ആൾക്കാർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ റിസർച്ച് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വികാരം പ്രകൃതി അല്ലെങ്കിൽ ദൈവം കൊണ്ടും എനിക്കറിയില്ല. മനുഷ്യർക്ക് പ്ലഷറും വേണ്ട, പെയിനും വേണ്ട, സുഖവും വേണ്ട, പെയിനും വേണ്ട. അല്ലാത്ത പ്രോസസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സെക്സ് എന്ന് പറഞ്ഞ സംഭവം പിള്ളേരുടെ അതിൻ്റെ മാത്രം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയല്ല, പ്ലഷർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ എന്താണ്, ഇത് 2 രീതിയിൽ സെക്സ് ചെയ്യാൻ പറ്റും. ഒന്ന് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ലസ്റ്റ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാൾ ഗേൾ ഫ്രണ്ടായിട്ട് ഒരു കമ്മിറ്റഡ് ആണെങ്കിൽ ഔട്ട് ഓഫ് ലവ് ആയി. നമ്മളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ലസ്റ്റ് ആയിരിക്കും. ഔട്ട് ഓഫ് ലസ്റ്റ് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഔട്ട് ഓഫ് ലവ് ആണ് ശരിക്കുള്ള ഇതാണ്. പക്ഷേ സെക്സ്വൽ പ്രോസസ്സിൽ ലവും ലസ്റ്റ് രണ്ടും ഉണ്ട്. ലവ് മാത്രം ലസ്റ്റ് മാത്രമല്ല, അത് വേരി ചെയ്തിരിക്കും. ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്നേഹമുള്ളൂ. ഇമോഷണൽ ആകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ സ്ത്രീകൾക്ക് ലവ്, ആണുങ്ങൾക്ക് ലസ്റ്റാണെന്ന് പറയും. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾ പണ്ട് പോലെ ഇപ്പോൾ പണ്ട് ജയൻ്റെ പുറകെ സ്ത്രീകളുണ്ടായിരുന്നു. ജയൻ്റെ പൗരസ്ത്യം കണ്ട്, പിന്നെ മമ്മൂട്ടി, പിന്നെ പൃഥ്വിരാജ്, ഇപ്പോൾ ടോവിനോ. ഇപ്പോൾ സ്ത്രീകൾക്കും ഉണ്ട് ലസ്റ്റ്, അവർക്കും ലവ് മാത്രമൊന്നല്ല. അപ്പോൾ ആറാട്ടെണ്ണൻ്റെ പുറകെ സ്ത്രീകൾ വരുന്നില്ലേ? എൻ്റെ പുറകെ അങ്ങനെ വരാറില്ല. പെരയുടെ പുറകെ പിന്നെ പോകുന്നുണ്ട്. എനിക്ക് പ്രായമായതുകൊണ്ട് എൻ്റെ പുറകെ വരാറില്ല. പെരയുടെ പുറകെ കുറേ പെണ്ണുകൾ പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ തുറന്നു പറച്ചിലുകളാണ് സ്ത്രീകൾ. തുറന്നു പറയുന്നത് സത്യസന്ധമായിട്ടില്ല തുറന്നു പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ ആണുങ്ങളുടെ പെണ്ണുങ്ങളെ പ്രണയിക്കുന്ന സമയത്ത് ഒന്നും എല്ലാം ഹൈറ്റ് ചെയ്ത് വെക്കും. കല്യാണം കഴിച്ച ശേഷം തനിരൂപം കാണും. പണ്ടെന്നല്ല ആദ്യമേ പറയുന്നല്ലേ. ആദ്യമേ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ റിജക്റ്റ് ആയത്. ഉള്ളത് പറയുന്നു.